ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 അതിൽ ചാപ്റ്റർ 1 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ചാപ്റ്റർ 2 അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സും അതിനോടനുബന്ധിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ, ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ്. ചാപ്റ്റർ 4 ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. ചാപ്റ്റർ 7 പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ആസ് വെൽ ആസ് പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ലോഞ്ചിങ് പ്രോസിക്യൂഷൻസ്. ചാപ്റ്റർ 8 അനാലിസിസ് ഓഫ് ഫുഡ്. ചാപ്റ്റർ 9 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ചാപ്റ്റർ 10 ഡിഫൻസസ് അഡ്ജുഡിക്കേഷൻ. ഇത്രയുമാണ് സിലബസിലുള്ളത്. ടോട്ടൽ 12 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ടോട്ടൽ ചാപ്റ്റേഴ്സ് 12. സെക്ഷൻസ് എത്ര എണ്ണാണ്? 101 സെക്ഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് നിലവിൽ വന്നത് 23 ഓഗസ്റ്റ് 2006 ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലോസിനെയും കൺസോളിഡേറ്റ് ചെയ്യാൻ, ഏകീകരിക്കാൻ വേണ്ടിയാണ് ഇത് നിലവിൽ വന്നത്. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ട്? ടു റെഗുലേറ്റ് ദെയർ മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട്, to ensure availability of safe and wholesome food for human consumption. Chapter 1 Preliminary. First sectionൽ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഇതാണ് പറയുന്നത്. This act may be called the Food Safety and Standards Act 2006. ഇതാണ് ടൈറ്റിൽ. എക്സ്റ്റെൻഡ് എന്താണ്? ഹോൾ ഓഫ് ഇന്ത്യ. സെക്കൻഡ് സെക്ഷൻ Declaration as to expediency of control by the Union. സെക്ഷൻ 3 നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻസ് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ക്ലോസ് എ. ശ്രദ്ധിക്കുക, എങ്ങനെ വായിക്കുക? സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ക്ലോസ് എ. അതിൽ അഡൾട്രൻറ്റിനെ കുറിച്ച് പറയുന്നു. ഏതൊരു വസ്തു ചേർത്തിട്ടാണോ ഫുഡ് അൺസേഫ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ഓർ മിസ് ബ്രാൻഡഡ് ഓർ അതിൽ എക്സ്ട്രേനിയസ് മാറ്റർ ഉള്ളതായി തീരുന്നത്, അതായത് സിംപ്ലി പറഞ്ഞാൽ മായം ചേർക്കുന്നതിനെയാണ് അഡൾട്രൻറ്റ് എന്ന് പറയുന്നത്. 3(1)(b) അഡ്വർടൈസ്മെന്റ് ഇറ്റ്സ് നത്തിങ് ബട്ട് പരസ്യം, ഓഡിയോ, വീഡിയോ എന്നുള്ള എല്ലാ രീതിയിലുമുള്ള പ്രചാരണം, അതിനെയാണ് അഡ്വർടൈസ്മെന്റ്. അറിയാലോ. 3(1)(c) ചെയർപേഴ്സൺ ഓഫ് ദ ഫുഡ് അതോറിറ്റി. 3(1)(d) എന്ന് പറഞ്ഞാൽ ക്ലെയിം, അതായത് ഒരു ഫുഡിന് പെർട്ടിക്കുലർ ക്വാളിറ്റീസ്, ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയുക. റിലേറ്റിംഗ് ടു ഒറിജിൻ, ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ്, നേച്ചർ, പ്രോസസ്സിംഗ് എക്സെട്ര. 3(1)(e)ക്കകത്ത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 30 ആണ് പറയുന്നത്. 3(1)(f) എന്താ? കൺസ്യൂമർ മീൻസ് പേഴ്സൺസ് ആൻഡ് ഫാമിലീസ് പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഫുഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദെയർ പേഴ്സണൽ നീഡ്സ്. അതിൽ പേഴ്സണൽ നീഡ്സ് ശ്രദ്ധിക്കുക. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്താവ്. സെക്ഷൻ 3(1)(g)ക്കകത്താണ് കണ്ടാമിനന്റ് പറയുന്നത്. ഏതൊരു സബ്സ്റ്റൻസ് ആണോ ഫുഡിലേക്ക് അറിഞ്ഞോ അല്ലാതെയോ ആഡ് ആയി പോകുന്നത്, ഏതൊക്കെ ഘട്ടങ്ങളിലായിട്ട്? മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ്, പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ എന്നീ ഘട്ടങ്ങളിലായിട്ട്, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ കണ്ടാമിനേഷന്റെ ഫലമായിട്ട്. ഇതിൽ എന്തൊക്കെ വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇൻസെക്ട് ഫ്രാഗ്മെന്റ്സ്, റോഡന്റ് ഹെയർസ്, എക്സ്ട്രേനിയസ് മാറ്റർ, ഇതൊന്നും വരുന്നില്ല. 3(1)(h) എന്താണ് പറയുന്നത്? ഡെസിഗ്നേറ്റഡ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 36. ഡെസിഗ്നേറ്റഡ് ഓഫീസർ അണ്ടർ 36. നെക്സ്റ്റ് ഏതാണ്? 3(1)(i). ഇതിനകത്താണ് എക്സ്ട്രേനിയസ് മാറ്റർ. കണ്ടാമിനന്റിന്റെ അകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ നമ്മൾ? ആ എക്സ്ട്രേനിയസ് മാറ്റർ വരുന്നത് 3(1)(i)ക്കകത്താണ്. ഏതൊരു മാറ്റർ ആണോ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാക്കേജിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സിസ്റ്റംസ് വഴി ഫുഡിനകത്ത് പെട്ടു പോകുന്നത്, അതിനെയാണ് എക്സ്ട്രേനിയസ് മാറ്റർ എന്ന് പറയുന്നത്. അതൊരിക്കലും ഫുഡിനെ അൺസേഫ് ആക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഫുഡിനെ അൺസേഫ് ആക്കുന്നില്ല. സെക്ഷൻ 3(1)(j) ഫുഡിന്റെ ഡെഫിനിഷൻ വരുന്നത്.
അതിൽ ഏതൊരു സബ്സ്റ്റൻസ് ആണോ പാർഷ്യലി പ്രോസസ്ഡ് ഓർ അൺപ്രോസസ്ഡ് രീതിയിൽ ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്, അതുപോലെ ക്ലോസ് ZKയിൽ വരുന്ന പ്രൈമറി ഫുഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ എഞ്ചിനീയർഡ് ഫുഡ്, അതുപോലെ തന്നെ ഇൻഫൻറ്റ് ഫുഡ്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, ആൽക്കഹോളിക് ഡ്രിങ്ക്, ച്യൂവിങ് ഗം, ഇതെല്ലാം എന്തിൽ വരുന്നു? ഫുഡിൻ്റെ ഡെഫിനിഷനിൽ വരുന്നു. അതിലെന്താണ് വരാത്തതെന്ന് നോക്കാം. അനിമൽ ഫീഡ് വരുന്നില്ല, ലൈവ് അനിമൽസ് വരുന്നില്ല, മാർക്കറ്റിൽ ഹ്യൂമൻ കൺസപ്ഷന് വെക്കാത്ത പക്ഷം അത് വരുന്നില്ല. അതുപോലെ പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ്, കൊയ്ത്തിന് മുമ്പേയുള്ള കുഞ്ഞി പ്ലാന്റ്സ്. ഓക്കെ, ദെൻ ഡ്രഗ്സ്, മെഡിസിൻസ്, കോസ്മെറ്റിക്സ്, നാർക്കോട്ടിക്സ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, ഇതെല്ലാം ഫുഡിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക. 3.1Kയിലാണ് ഫുഡ് അഡിറ്റീവ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് ഏതൊരു സബ്സ്റ്റൻസ് ആണോ നോർമലി നമ്മൾ ഫുഡ് പോലെ ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ അത് ഫുഡിൻ്റെ ഒരു ടിപ്പിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് ന്യൂട്രീറ്റീവ് വാല്യൂ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് നമ്മൾ മനഃപൂർവ്വം ആഡ് ചെയ്യുന്നതാണ്, ഇൻറ്റൻഷണൽ അഡിഷൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ടെക്നോളജിക്കൽ പർപ്പസ്, ഇൻക്ലൂഡിങ് ഓർഗനോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കിട്ടുന്നത്, അതായത് രസം, മണം, കാഴ്ചയിൽ കാണാൻ ഭംഗി വരുത്തുക, അതായത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഫുഡ് അഡിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ എന്ത് വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കൂ. കണ്ടാമിനൻസ് വരുന്നില്ല, അതുപോലെ സബ്സ്റ്റൻസസ് ആഡഡ് ടു ഫുഡ് ഫോർ മെയിൻറ്റെയിനിങ് ഓർ ഇംപ്രൂവിങ് ന്യൂട്രീഷണൽ ക്വാളിറ്റീസ്, കണ്ടാമിനൻസും ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസും ഇതിൽ വരുന്നില്ല. സെക്ഷൻ 3.1L ഫുഡ് അനാലിസ്റ്റിനെ പറയുന്നത് ഹു ഈസ് അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 45. ഫുഡ് അനലിസ്റ്റ് അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 45. 3.1M ഫുഡ് അതോറിറ്റി പറയുന്നത് FSSAI വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 4. അത് നോട്ട് ചെയ്യണം. FSSAI ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 4. 3.1L എന്താണ് വരുന്നത്? ഫുഡ് ബിസിനസ്. ഫുഡിനെ സംബന്ധിക്കുന്ന എല്ലാ വ്യാപാര മേഖലകളും, ഫോർ എക്സാമ്പിൾ മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഈവൻ കാറ്ററിംഗ് സർവീസസ്. അടുത്തത് എന്താണ്? 3.1O ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. O ഫോർ ഓപ്പറേറ്റർ. അപ്പം അയാളാണ് ഓൺ ചെയ്യുന്നത് ബിസിനസ്, അതുപോലെ അയാൾ തന്നെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സെക്ഷൻ 3.1Pയിലാണ് ഫുഡ് ലബോറട്ടറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ലബോറട്ടറീസും ഇതിൽ വരുന്നു. അതുപോലെ തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസോ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ഏജൻസീസോ വഴി അക്രഡിറ്റേഷൻ ലഭിച്ചവയും ആൻഡ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഫുഡ് അതോറിറ്റി അണ്ടർ സെക്ഷൻ 43. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഫുഡ് ലബോറട്ടറിക്കകത്ത് പെടുത്തിയിരിക്കുന്നു. 3.1Qയിലാണ് ഫുഡ് സേഫ്റ്റി വരുന്നത്. അതായത് മനുഷ്യൻ്റെ കൺസപ്ഷന് ഉതകുന്ന രീതിയിലുള്ള ഫുഡാണ് എന്നുള്ള ഉറപ്പ് നൽകുന്നതിനെയാണ്, അഷ്വറൻസ് നൽകുന്നതിനെയാണ് ഫുഡ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3.1Rലാണ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് പറഞ്ഞിരിക്കുന്നത്. മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് സിസ്റ്റമാറ്റിക്കും ഫങ്ഷണലുമായിട്ടുള്ള രീതിയിൽ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് വഴി ഉദ്ദേശിക്കുന്നത്. 3.1Sലാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നത്. അതായത് ഫുഡ് ബിസിനസ്സിന് GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നിവ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 3.1Tക്കകത്താണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ വരുന്നത്, ഹു ഈസ് അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 37. സെക്ഷൻ 3.1Uക്കകത്താണ് ഹസാർഡ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജന്റ് ഓർ കണ്ടീഷൻ ആവാം. അതിന് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള പൊട്ടൻസി ഉണ്ടായിരിക്കും. 3.1Vയിലാണ് ഇമ്പോർട്ട് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒരു ഫുഡ് ആർട്ടിക്കിൾ കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. 3.1Wക്കകത്ത് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് പറയുന്നു, വിച്ച് ഇസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 32. 3.1Xൽ എന്താണ് പറയുന്നത്? ഇൻഫൻറ്റ് ഫുഡ് ആൻഡ് ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്.
അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഷാൾ ഹാവ് ദ മീനിങ്സ് അസൈൻഡ് ടു ദം ഇൻ ക്ലോസസ് എഫ് ആൻഡ് ജി ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 2 ഓഫ് ദ ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫീഡിംഗ് ബോട്ടിൽസ് ആൻഡ് ഇൻഫൻറ്റ് ഫുഡ്സ് റെഗുലേഷൻ ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ട് 1992 41 ഓഫ് 1992 റെസ്പെക്റ്റീവ്ലി. 3(1)(y)ക്കകത്ത് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഏതൊരു സബ്സ്റ്റൻസ് ആണോ ഇൻക്ലൂഡിങ് ഫുഡ് അഡിറ്റീവും വരും. അത് മാനുഫാക്ചർ ഓർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡിന് ഉപയോഗിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ അത് ഫൈനൽ പ്രൊഡക്റ്റിലുണ്ടാവും, പോസിബിളി ഇൻ എ മോഡിഫൈഡ് ഫോം. 3(1)(z)നകത്ത് ലേബലിനെ കുറിച്ച് പറയുന്നു. ലേബൽ എന്ന് പറഞ്ഞാൽ ടാഗ്, ബ്രാൻഡ്, മാർക്ക്, പിക്ടോറിയൽ ഓർ അതർ ഡിസ്ക്രിപ്റ്റീവ് മാറ്റർ. അതായത് ഒരു റെപ്രസെൻറ്റേഷൻ, ബ്രാൻഡ്, ടാഗ്, പിക്ടോറിയൽ ഒക്കെ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. അത് റിട്ടൺ, പ്രിന്റഡ്, സ്റ്റെൻസിൽ, മാർക്ക്ഡ് ഒക്കെ ആയിരിക്കാം. അത് കണ്ടെയ്നറിനോടോ അതിൻ്റെ കവറിനോടോ ഒക്കെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കും. ആൻഡ് ഇൻക്ലൂഡ്സ് എ പ്രൊഡക്റ്റ് ഇൻസേർട്ട്.